പത്തനംതിട്ടയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. തുലാപ്പള്ളി പുളിയൻകുന്നുമല സ്വദേശി ബിജു ആണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് അനക്കം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ആന ആക്രമിക്കുകയായിരുന്നു. ഇവിടെ ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു മരം മുറിക്കുവാനോ പറമ്പിലിറങ്ങി ഒരു കാട് തെളിക്കുവാനോ പോലും അനുവദിക്കാത്ത അവസ്ഥയാണുള്ളത്. ഫോറസ്റ്റിനുള്ളിൽ സംരക്ഷിക്കേണ്ട വന്യമൃഗങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കർഷകന്റെ പട്ടയ ഭൂമിയിൽ കയറി കൃഷി നശിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകൂത്തിയായി നിൽക്കുകയാണ്. ഞങ്ങൾക്കിവിടെ ജീവിക്കണം. കർഷകന് ഈ സർക്കാർ 10 ലക്ഷം രൂപ വിലയിട്ടിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ ഞങ്ങൾ ഈ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർക്കും കൊടുക്കാം. അവന്മാർ ഈ വനത്തിൻ്റെ അറമ്പിൽ വന്ന് താമസിക്കാൻ തയ്യാറുണ്ടോ? ഇതിനു മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇവിടെ ഫെൻസിംഗ് ഇട്ട് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന്. എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 10 വർഷമായിട്ട് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് നടപ്പിലാക്കുവാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു കർഷകൻ ഇന്ന് ജീവൻ കൊടുക്കേണ്ടി വന്നത്. ഇവരെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ ഭൂമിക്ക് തന്നെ ഒരു അപകടമാണ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് ഒരു അപകടമാണ്. കാരണം സ്വന്തമായിട്ട് അവർക്ക് ബിസിനസ്സും കഞ്ചാവും പിന്നെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള മനുഷ്യരാണ്. ഞങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു കർഷകന് ജീവിക്കാൻ വയ്യാത്ത ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞുകൊണ്ടാണ് 10 വർഷമായി കിടക്കുന്ന ഈ ഫണ്ട് ഉപയോഗിച്ച് പിന്നെ ഫെൻസിങ് കെട്ടാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. വലിയ കഷ്ടമുള്ള ഒരവസ്ഥയാണ്. കാരണം നമ്മൾ വീട് തുറന്നിറങ്ങി വരുമ്പോൾ ഒരു മൃഗം നമ്മളെ ആക്രമിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ ഇറങ്ങി വരുന്നത്. പക്ഷേ അത്തരത്തിലൊരു അവസ്ഥ ജീവിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏത് രീതിയിലാണ് ഈ പ്രശ്നം അധികാരികൾ കാണുന്നത്? ക്രിസ്റ്റീന, നമുക്കറിയാം കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം നമ്മുടെ നാട്ടിൽ ഒരു പതിവ് സംഭവമായിരിക്കുന്നു. മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. ആളുകൾ ചോദിക്കുന്നതിൽ കാര്യമുണ്ട്, അല്ലെങ്കിൽ വാസ്തവമുണ്ട്. മനുഷ്യ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന അധികാരികൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നു എന്നാണ്. പക്ഷേ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഈ ഒരു തർക്കത്തിൽ ഒരു ഉത്തരം ലഭിക്കാനാകാതെ നിൽക്കുകയാണ് ഇപ്പോൾ എന്ന് നിസ്സംശയം നമുക്ക് പറയാം. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. രാവിലെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. 1:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വീടിന് സമീപത്ത് ആന നിൽക്കുന്നത് കാണുന്നത്. അത് ഒരു ഒരു തെങ്ങ് കുത്തിയിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ബിജു ആ സമയം ഈ ആനയെ കണ്ട ശബ്ദം കേട്ട് ആനയെ ഓടിക്കാനായി ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ബിജുവിൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. എന്തായാലും ആനയെ ഓടിക്കാനായി ഈ പ്രദേശത്തേക്ക് വരുന്നു. അപ്പോൾ തന്നെ ആന ചുഴറ്റിയെറിയുകയായിരുന്നു. ശബ്ദം കേട്ട് ഭാര്യ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് വളരെ വേദനാജനകമായി, കണ്ടാൽ തന്നെ ഭീകരമെന്ന് തോന്നുന്ന തരത്തിൽ അദ്ദേഹം ഇവിടെ കിടക്കുന്നത് കാണുന്നത്. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ചേട്ടാ, കാട്ടാനശല്യം രൂക്ഷമാണോ? കാട്ടാനശല്യം എന്നും ഇവിടെ ഈ ഒരു 1500 വീട്ടുകാർ ഈ വനമേഖലയിൽ താമസമുണ്ട്. ഇവരെല്ലാം വീതിയിലാണ് കഴിയുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം 1500 ആളുകളുണ്ടല്ലേ? പിന്നെ ഈ വനമേഖല 4 വശവും മരത്താൽ ചുറ്റപ്പെട്ട പമ്പാവാലിയല്ലേ. അപ്പോൾ ഈ പ്രദേശത്ത് എന്നും ആനശല്യം ഉള്ളത്. ആന തന്നെയല്ല, പുലിയായി കടുവയായി എല്ലാ മൃഗങ്ങളും ഇവിടെ അധിവസിക്കുന്ന ഘോരവനങ്ങൾ ശബരിമലയുടെ അടിവാരമല്ലേ. അപ്പോൾ ഈ പ്രദേശത്ത് എന്നും ആനശല്യമുണ്ട്. ഇതിന് ബഹുമാനപ്പെട്ട സർക്കാരിൽ നിന്ന് ഇതിന് മുള്ളുവേലി തിരിച്ച് നമ്മൾ ഈ ഒരു ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ഉണ്ടായിരുന്നില്ലേ? ഇവരൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ. 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയും. അനുവദിച്ചു എന്ന് പറയുന്നുള്ളൂ. പേപ്പർ നീങ്ങുന്നുണ്ട്, നീങ്ങിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്ര നേരമായിട്ട് ഇവിടെ ഫോറസ്റ്റ് ചെയ്യുന്ന ഒരാൾ വന്നിട്ടില്ല. കുറച്ച് ഗാർഡുകളെ മാത്രം അയച്ചു വിട്ടു. വേറെ ആരും ഇവിടെ എത്തിയിട്ടില്ല. DFO എത്തിയില്ല, റേഞ്ച് ഓഫീസർ എത്തിയില്ല, കളക്ടർ മാത്രം എത്തി. ബാക്കി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും എത്തി. ഫോറസ്റ്റ് ചെയ്യുന്ന ഒരാളും വന്നിട്ടില്ല. ജില്ലാ കളക്ടർ ഉറപ്പാണോ ഈ ഒരു നിങ്ങളെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ നാട്ടുകാരുടെ കാരണം? അതെ അതെ, അവരെന്തുറപ്പാണ് തന്നെന്നാണ് പറഞ്ഞത്? നഷ്ടപരിഹാരം കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കുള്ള നഷ്ടപരിഹാരവും പുള്ളിയുടെ മക്കൾക്ക് ജോലിയുടെ ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങളുമായിട്ട് ഇവരെ ഫോറസ്റ്റിൽ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. അവരെത്താത്തതുകൊണ്ട് ഒന്നിനെ പറ്റിയും സംസാരിക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല. തീർച്ചയായും ഇതാണ് പറയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ പറയുന്ന ബിജുവിൻ്റെ വീട്. രാത്രി 1:30 മണിയോടുകൂടി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാത്രി 1:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വിഷമകരമായ വാർത്ത ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുറത്തറിയുന്നത്. ചേട്ടാ, ഇത് സ്ഥിരം ആനശല്യമുണ്ട്. ഞാൻ ഇത് മരിച്ചു കഴിഞ്ഞ ഒരു അരമണിക്കൂറിനകം ഞാൻ ഇവിടെ വന്ന കക്ഷിയാണ്. മറ്റു പാടുകളൊന്നുമില്ല, ആന ചുഴറ്റി എറിഞ്ഞാണെന്ന്. ആന വലിച്ചെറിഞ്ഞതാണ്. പിന്നെ കൈയുടെ ഈ വലത്ത് കൈയുടെ ഭാഗം ഒടിഞ്ഞിട്ടുണ്ട്. ഒടിഞ്ഞ രക്തം ഇപ്പോഴും ഞാൻ സ്ക്രച്ചറുടെ ബോഡി എടുത്തതാണ്. ഈ ബ്ലഡ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പരുക്കുണ്ടവന്. അദ്ദേഹം കർഷകനാണ്, ഒപ്പം ഓട്ടോ ഡ്രൈവർ, അങ്ങനെയല്ലേ? കർഷകനും ഓട്ടോ ഡ്രൈവറും കൂടാണ്. പിന്നെ പന്നിയെ വളർത്തിയൊക്കെയാണ് ജീവിക്കുന്നത്. അവന് നാട്ടിൽ ഇവിടെ പന്നി ചെറിയ ഫാം പോലെ ഈ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തുറപ്പാണ് ഇപ്പോൾ അവർ തന്നത്? അവർ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം രൂപ. 10 ലക്ഷം എന്ന് അവർ അർഹമായി കൊടുക്കുന്നത്. ഞങ്ങൾ 50 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം അവൻ്റെ വീട്ടിലെ
ആൺപിള്ളേരുണ്ട് തൊഴിലില്ലാതെ നിൽക്കുന്നത്. അവർക്ക് ആർക്കെങ്കിലും ഒരു കുട്ടിക്ക് തൊഴിൽ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് കളക്ടർ ഉറപ്പ് വന്നിട്ടുണ്ട്. തീർച്ചയായും കളക്ടറുടെ ഭാഗത്തുനിന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അപ്പോൾ തന്നെ നിമിഷം തന്നെ അവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഓടിയെത്തുകയായിരുന്നു. അദ്ദേഹമാണ് ആ ചർച്ചകൾക്ക് മുഴുവൻ നേതൃത്വം വെച്ചത്. അദ്ദേഹത്തിന് അറിയാം ഏറ്റവും കൂടുതൽ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ് ഇതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. എന്തായാലും വിഷമകരമായ വാർത്ത പുറത്തു വരുന്ന സമയത്ത് അധികാരികൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സംഘമൊക്കെ എത്തി പോലീസുകാർ നാട്ടുകാരെ ശാന്തരാക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇങ്ങോട്ട് എത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ആൾക്ക് വലിയ വേദനയോടുകൂടി അവർ തൊട്ടടുത്ത കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. കേട്ടാലും ബിജു ആയിരുന്നു എല്ലാവരും ഓടിപ്പോകുന്നത്. ഇതുപോലെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഓർത്തില്ല. ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സുരക്ഷയും ഈ പ്രദേശത്ത് ആർക്കും ഇല്ല. ഫോറസ്റ്റിൽ ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും വന്നിരുന്നോ? ആരും വരുന്നില്ല. ഈ സ്റ്റാഫുകൾ മാത്രം 2-3 പേരോട് വന്നു. 2-3 സ്റ്റാഫുകൾ മാത്രം വന്നു. റേഞ്ച് ഓഫീസറോ ഡെപ്യൂട്ടി നമ്മുടെ DFO ആരും വന്നിട്ടില്ല. കണമല ഫോറസ്റ്റ് സ്റ്റേഷനിൽ കണമല ഫോറസ്റ്റ് സ്റ്റേഷനാണ്. തീർച്ചയായും ഈ ആളുകളുടെയൊക്കെ പേരിൽ ഇവർ പറയുന്നൊരു വലിയ വിഷമം അതാണ്. ഒരു ചെറിയൊരു വിറകെടുത്താൽ വലിയ കേസ് എടുക്കുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. വനത്തിനകത്ത് കഞ്ചാവ് പോലും നടുന്നു എന്ന ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അത് ഫോറസ്റ്റ് സ്റ്റേഷനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്താണല്ലോ. ഫോറസ്റ്റ് സ്റ്റേഷനകത്ത് പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനകത്ത് കഞ്ചാവ് പിടികൂടിയിട്ട് അതിന് പോലും കാര്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത വനം വകുപ്പ് അധികൃതർ എന്തിനാണ് എന്നാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ എന്തോ പറയാനുള്ളത്? ഫോറസ്റ്റ് ഭാഗത്തുനിന്ന് ഇവിടെ യാതൊരു ഒരു ആനുകൂല്യം വന്നിട്ടില്ല. പിന്നെ മേലുദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടെ കടവല ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്, അവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ചിൽ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2-3 ഗാർഡന്മാർ വന്നിച്ചു പോയി. തീർച്ചയായും ഇതാണ് ചേച്ചി എന്താ വിഷമത്തോടു കൂടി തന്നെയാണ് വാർത്ത? ഞങ്ങളുടെ മാതാപിതാക്കന്മാരൊക്കെ 65 വർഷം ഇവിടെ താമസമാക്കിയതാ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ആരും ആനയെ അടിച്ചും പുലി പിടിച്ചും ചത്തില്ല. കുറേ വർഷങ്ങളായിട്ട് ഇതിപ്പം ഞങ്ങളുടെ നാട്ടിൽ ആദ്യത്തെ സംഭവമല്ല. ഞങ്ങളുടെ കണമലെ പോത്ത് വെട്ടി 2 പേര് ചത്തു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇപ്പം ഞങ്ങളുടെ ഒരു സഹോദരനാണ് മരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയ സാറന്മാരെ, അവൻ ഇവിടെ കൃഷി ചെയ്യാനാണ് ഈ പറമ്പിലെ സകല സാധനത്തിലെ ആദായം. പക്ഷേ ആദായം എടുക്കുന്നത് മൃഗങ്ങളാണ്. കുരങ്ങ് ഒരൊറ്റ കൊക്കോ തരത്തില്ല. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? സർക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിയിൽ പോകണ്ടാണെന്ന്. ഞങ്ങൾക്ക് ഇതൊന്നും പറിച്ചെടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഇത് വിട്ടിട്ട് എങ്ങനെ വെളിയിൽ പോയിരിക്കും? 1 കിലോ അരി കടയിൽ ചെന്ന് ചോദിക്കും, നാളെ ചെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അരി തരുമോ? ഈ കൊക്കോയ്ക്ക് ഇപ്പോൾ 750 രൂപ വിലയുണ്ട്. 10 കിലോ കാ പറിച്ചാലല്ല ഞങ്ങൾക്ക് ഇത് വിറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് സാധനം കിട്ടത്തുള്ളൂ. ഇതിനൊരു ശാശ്വത പരിഹാരം ഫോറസ്റ്റിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവിടെ വരുന്നുണ്ട്. ഇവരുടെ എന്നാണെന്നറിയാമോ? ചെറുപ്പക്കാരായിട്ടുള്ള 10-25 വയസ്സുള്ള സ്പോർട്സ് താരങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളവർ PSC ടെസ്റ്റൊക്കെ എഴുതി ഒരു ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥരായിട്ട് കയറും. ഇവർക്ക് വനത്തിലൊരു തീ കയറിയ ഉടനെ ഞങ്ങളുടെ നാട്ടുകാരെ വിളിക്കും. വനസംരക്ഷണ സമിതിയും പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തീ കയറാൻ ഞങ്ങൾ മുന്നേ ചെല്ലണം. അവർ പുറകെ കയ്യും കെട്ടി നിൽക്കും. ഇവർക്ക് നല്ല ഭക്ഷണം. ഇതിന് ശാശ്വത പരിഹാരം പണ്ടൊക്കെ സാറേ കിടങ്ങ് തോണ്ടിയായിരുന്നു. ഇവിടെ ഇപ്പം തൊഴിലുറപ്പ് സ്ത്രീകളെ കൊണ്ട് ഫെൻസിങ് അടക്കമുള്ള 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഉദ്യോഗസ്ഥരും ഇതിന്റെ ജനപ്രതിനിധികളും വിഴുങ്ങുമായിരിക്കും. ഇവിടെ ഒന്നും ഫെൻസിങ് വന്നായിരുന്നെങ്കിൽ ഇവിടെ ആന കയറി വരുമോ? ഇതിനൊരു ശാശ്വത പരിഹാരം. ശ്രീജിത്ത്, അവരുടെ ആ ഒരു പ്രതിഷേധം അതിന്റെ കാരണം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം മുൻപൊക്കെ ആണെങ്കിൽ ഇവരിങ്ങനെ പാട്ടകുട്ടി ഒച്ചയുണ്ടാക്കിയും അല്ലെങ്കിൽ തീ വലിയ പന്തം കൊളുത്തിയും ഒക്കെ ആനയെ ഓടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് കൂടി പോയിരിക്കുന്നു. കൂടുതൽ വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആന, കാട്ടാനകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം അദ്ദേഹം കൂടെ നിൽക്കാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. എപ്പോഴും ആന ഇറങ്ങുമ്പോഴൊക്കെ മുന്നിൽ നിന്നിരുന്ന ഒരാളെയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ ആശങ്ക, ആധി, അവരുടെ ഓരോ ദിവസങ്ങളും ഈ ആധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന് കൃത്യമായൊരു പരിഹാരം ഉണ്ടാക്കണം. അവരുടെ വലിയ പ്രതിഷേധത്തിലാണ് ഇന്നിപ്പോൾ ആ പരിസരത്തും പ്രദേശത്തും ഉള്ളവരെല്ലാം തന്നെ. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ ഇത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷെ പിന്നെയും അതേ വാർത്തകൾ തന്നെ വായിക്കേണ്ടി വരുന്നത് ഖേദകരമാണ്.